വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകളുണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമമുണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മാർച്ച് മാസം 23-ാം തീയതി ഈ ഞായറാഴ്ച രാത്രിയിൽ ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ നമ്മൾ ഇരിക്കുന്ന ഈ സമയത്ത് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് സാർവത്രികമായ രക്ഷയെക്കുറിച്ചാണ്. മിശിഹ യഹൂദജനത്തിനു വേണ്ടി മാത്രമുള്ളവനാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു ജനസമൂഹത്തോട്, യഹൂദരോട് ഈശോ പറയുകയാണ്, ദൈവം ഏതെങ്കിലും പ്രത്യേകമായ ഒരു മതവിഭാഗത്തിന് വേണ്ടിയുള്ളവൻ മാത്രമല്ല എന്ന്. ദൈവം കൊണ്ടുവരുന്ന രക്ഷയ്ക്ക് സാർവത്രികമായ ഒരു മാനമുണ്ടെന്ന്. ഉദാഹരണമായി ഈശോ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്, ഏലിയ പ്രവാചകൻ വിജാതീയയായ ആ വിധവയെ സഹായിച്ചു. അതായത് ആ പ്രവാചകന്റെ ദൗത്യം യഹൂദരിലേക്ക് ലിമിറ്റഡ് അല്ല എന്ന്. അതുപോലെ എലീഷ പ്രവാചകൻ നാമാൻ എന്ന ഒരു വിജാതീയന് സൗഖ്യം കൊടുത്തു. പ്രവാചകന് കിട്ടിയ സിദ്ധി, സൗഖ്യം നൽകുക എന്ന സിദ്ധി യഹൂദർക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടതായിരുന്നില്ല, അത് മറ്റുള്ളവർക്ക് കൂടെ അവകാശമുള്ളതായിരുന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, മിശിഹായായ എൻ്റെ ദൗത്യം കേവലം യഹൂദ ജനതയെ ഇപ്പോൾ അനുഭവിക്കുന്ന ആ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് മാത്രമല്ല, എൻ്റെ ദൗത്യം സാർവത്രികമാണ്. മനുഷ്യകുലത്തെ മുഴുവൻ പാപത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിച്ച് മനുഷ്യരാശിയെ മുഴുവൻ പിതാവിൻ്റെ സ്വന്തമാക്കി മാറ്റുക എന്നൊരു ദൗത്യമാണ് എനിക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തപസ് കാലത്തിൻ്റെ യാത്രയിലാണ്. ഈശോ അന്യായമായി വിധിക്കപ്പെടുന്നതിന് തന്നെ വിട്ടുകൊടുത്തത്, ഈശോ ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്നത്, ഈശോ കുരിശ് വഹിക്കുന്നത്, നഗ്നനാക്കപ്പെടുന്നത്, കുരിശിൽ തൂങ്ങി മരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. ഈശോ ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല എന്ന്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി രേഖപ്പെടുത്തുന്നത്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ ധീരതയോടുകൂടെ പറയുകയാണ്, കർത്താവിൻ്റെ മുൻപിൽ മുഖം നോട്ടമില്ല,
കർത്താവ് ഹൃദയത്തെ പരിശോധിക്കുന്നു, സമ്മാനം നൽകുന്നു. അവിടുത്തെ മുൻപിൽ മുഖം നോട്ടമില്ല. കർത്താവ് മുഖം നോക്കുന്നവനല്ല. അവിടുത്തെ രക്ഷ എല്ലാവരുടെയും മേലുള്ളതാണ്. കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. യഹൂദരുടെ മേൽ എന്നതുപോലെ തന്നെ വിജാതിയരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഈശോ കൊണ്ടുവരുന്ന രക്ഷ അത് പരിമിതമല്ല. ആർക്കും അത് തങ്ങളുടേത് മാത്രമാണെന്ന് പറഞ്ഞ് അവകാശപ്പെടാനാവുകയില്ല. അതെല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ഈ പ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ളതാണ്. ഈശോ നൽകുന്ന രക്ഷയിൽ നിന്ന് ഒരാളും ഒന്നിൻ്റെയും പേരിൽ മാറ്റി നിർത്തപ്പെടുന്നില്ല. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ദേശത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ ഒന്നും ഒരാളും മാറ്റി നിർത്താതെ എല്ലാവരെയും തൻ്റെ ഹൃദയത്തിലേക്ക് ഈശോ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വന്നവനോട് സമൂഹം എന്താണ് ചെയ്തതെന്നുകൂടെ വചനത്തിലുണ്ട്. എല്ലാവരുടെയും രക്ഷ പ്രഘോഷിച്ച ഈശോയെ അവർ നിരാകരിച്ചു. എന്നിട്ട് അവനെ കൊന്നുകളയാൻ വേണ്ടി മലമുകളിലേക്ക് തള്ളിക്കൊണ്ടുപോവുകയാണ്. ഇതാണ് മനുഷ്യൻ്റെ ദുഷ്ടത എന്ന് പറയുന്നത്. വേറൊരാൾ രക്ഷ പ്രാപിക്കുമെന്ന് പറയുമ്പോൾ, മറ്റൊരാളിൽ നന്മയുണ്ടെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈശോയിലുള്ള നന്മ അംഗീകരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന ആ ചിന്ത ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെങ്ങനെയാണ്? മറ്റുള്ളവർ രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നാണ്, ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നതാണ് ഈശോയുടെ ആഗ്രഹവും ഈശോയുടെ പദ്ധതിയും. എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹവും പദ്ധതിയും? എങ്ങനെയാണ് നമ്മുടെ മനോഭാവങ്ങൾ? നമ്മുടെ മനോഭാവങ്ങൾ ഈശോയുടെ മനോഭാവം പോലെ ആകണം. അതിനുവേണ്ടിയാണ് നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുന്നത്. എന്തിനാണ് നമ്മൾ 1-ാം സ്ഥലവും 2-ാം സ്ഥലവും ഒക്കെ ധ്യാനിച്ച് കുരിശിൻ്റെ വഴിയിൽ ഈശോയുടെ പിറകെ നടക്കുന്നത്? ഈശോയെ, നീ എങ്ങനെയാണ് ഈ കുരിശിൻ്റെ വഴിയിൽ നടന്നതെന്ന് ഞങ്ങൾ ധ്യാനിച്ച് നീ നടന്നതുപോലെ ഞങ്ങളും നടക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഈശോയുടെ മനോഭാവങ്ങൾ നമ്മുടെ മനോഭാവങ്ങളായി ഏറ്റെടുക്കാം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, അങ്ങ് കാണുന്നത് പോലെ എല്ലാവരെയും കാണാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയുടെ കണ്ണുകളാക്കി മാറ്റണമേ. ഈശോയെ, അങ്ങ് കേട്ടതുപോലെ എല്ലാവരെയും കേൾക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കാതുകളെ അങ്ങയുടെ കാതുകളാക്കണമേ. ഈശോയെ, അങ്ങ് എല്ലാവരെയും ഉൾക്കൊണ്ടതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കുചിത മനോഭാവങ്ങളുടെ ദുർഭൂതങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപരനെ നിന്ദിക്കുന്ന ശീലങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയ വിശാലത ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് മുട്ടുകുത്തി നമുക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടിയും ഈശോയുടെ ആശീർവാദം, ദിവ്യകാരുണ്യനാഥന്റെ അഭിഷേകം സ്വീകരിക്കാം. ഈശോയേ, 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 അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആത്മാവിന്നകതാരിനുള്ളിൽ അഭിഷേക ജ്വാലയായി നിറയും അവാച്യ സ്നേഹമേ. പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് സ്നേഹമേ, പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്
സ്നേഹമേ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമതി എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. നാളെ വീണ്ടും ഈ സമയത്ത് ഈ വചന ശുശ്രൂഷയിൽ കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.